അപകടത്തിൽ തലകീഴായി മറിഞ്ഞ വാഹനത്തിലെ യാത്രക്കാരൻ നിൽക്കുന്നു. കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരുന്നു. കാരണം ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടും ഭാഗ്യം കൊണ്ട് കാര്യമായ പരിക്കൊന്നും ഏറ്റില്ല അല്ലേ? അതെ, ഭാഗ്യവും പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വണ്ടിയിൽ നമ്മൾ ആ കരുതിയൊരു സുരക്ഷയുടെ ഒരു പിൻബലത്തിലാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2-3 വണ്ടികളുണ്ടായിരുന്നു. ഓവർടേക്ക് ചെയ്ത് ഈ റോങ് ലൈനിൽ കൂടെ കയറി വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കരുതുന്നത് ഈ വണ്ടി ബ്രേക്ക് ഔട്ടും എന്നാണ്. പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഓടിച്ച ആൾ അത് ഓവർടേക്ക് ചെയ്ത് ആ 3 വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ എൻ്റെ ഡ്രൈവർ അപ്പോൾ തന്നെ വണ്ടി ഇടത്തേക്ക് ഒതുക്കുകയാണ് ചെയ്തത്. ഇടത്തേക്ക് ഒതുക്കിയെങ്കിൽ പോലും ആ വന്ന സ്പീഡിൽ വണ്ടി ഇടിച്ചിട്ട് ഞങ്ങളുടെ സൈഡ് ഡോറിൽ ഇടിച്ചു. അതിനുശേഷം ടയറിൽ ഇടിച്ച ശേഷം വണ്ടി കീഴ്മേൽ മറിയുകയായിരുന്നു ഉണ്ടായത്. തലകീഴായി മറിഞ്ഞെങ്കിലും ഞങ്ങൾ 3 പേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നു. വണ്ടി കണ്ടവരെല്ലാം പറഞ്ഞ് ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം ജീവനോടെ ഉണ്ടോ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആദ്യത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കും ഈ യാതൊരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. ഗൺമാന് മാത്രം കയ്യിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ചെറിയ ബോഡി പെയിനും കാര്യങ്ങളും അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ മറ്റൊരു ട്രോൾ, അതായത് കോന്നിയിൽ അപകടം നടക്കുന്നു, മെഡിക്കൽ കോളേജ് ഉണ്ട്, പത്തനംതിട്ട ജില്ലാ ആശുപത്രി ഉണ്ട്, പക്ഷേ കളക്ടർ പോയത് സ്വകാര്യ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ ട്രോളുകൾ വരുന്നുണ്ട്. നാട്ടൊരു കാറിലേക്കാണ് കയറ്റിയതെന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് കാറിലേക്ക് പോകണ്ട, പകരം ആംബുലൻസിൽ തന്നെ പോകാൻ. കാര്യം പലപ്പോഴും ഈ നട്ടലിനൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ഷതം ഉണ്ടെങ്കിൽ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് എടുത്തു. ആംബുലൻസ് എങ്ങോട്ട് കൊണ്ടുപോയെന്ന് പിന്നീടാണ് എനിക്ക് ആക്ച്വലി ഒരു പ്രോപ്പർ സെൻസിലേക്ക് വന്നത് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എത്ര ദിവസം കൂടി അറസ്റ്റ് ഉണ്ട് പൊതുപരിപാടികളിലേക്ക് എന്ന് മുതലാണ്? നാളെ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പം നാളെ റിപ്പബ്ലിക് ഡേക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വരാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നോർമൽ ഡ്യൂട്ടി ഒരു 1 ഡേ എങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് നോർമൽ ഡ്യൂട്ടി റെസ്യൂം ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ഭാഗ്യം, വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ദിശയിൽ വന്ന വാഹനത്തിലെ കുട്ടിയടക്കം 4 യാത്രക്കാർക്കും കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.